Hello friends, welcome back to our channel Mom's Daily. അപ്പോൾ ഇന്നത്തെ ഒരു കിച്ചൺ ടിപ്പാണ്. നമ്മുടെ അടുക്കളയിലത്തെ സിങ്കിൽ നിന്ന് എപ്പോഴും ഒരു ചീത്ത മണം എപ്പോഴും ഉണ്ടാവും. അത് നമ്മുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. നമ്മൾ പെറിച്ചി മീനൊക്കെ കഴുകുന്ന വെള്ളം അതിനകത്ത് ഒഴിക്കാറുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള പാത്രത്തിൽ നിന്നുള്ള വേസ്റ്റ് അതിനകത്ത് പോവാറുണ്ട്. അപ്പോൾ എന്തോരം നമ്മൾ വൃത്തിയാക്കിന്നാലും അതിൽ നിന്നൊരു തരം മണം, ചീത്ത മണം പുറന്തള്ളാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സമയത്ത് അതാ നമ്മുടെ വീട്ടിൽ നാരങ്ങ ഉണ്ടോ, ഇച്ചിരി വിനാഗിരി ഉണ്ടോ, ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഒരു നല്ലൊരു ഫ്രഷ്നർ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് നാരങ്ങ വേണം. നാരങ്ങ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് എടുക്കണമെന്നൊന്നുമില്ല. ഇച്ചിരി പഴയ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയാനൊന്നും നിൽക്കണ്ട, ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഒരെണ്ണം പുതിയതും എടുത്തിട്ടുണ്ട്, ഒന്ന് ഇച്ചിരി പഴക്കമുള്ള ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വിനാഗിരിയാണ്. നമ്മൾ കറികൾക്കൊക്കെ ഒഴിക്കുന്ന അതേ വിനാഗിരി തന്നെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു ഐസ് ട്രേ വേണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ നാരങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതാക്കുക. അപ്പോൾ ഞാനിതൊന്ന് നാരങ്ങ ഒന്ന് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ് ഈ നാരങ്ങ എന്ന് പറയുന്നത്. അപ്പം ചില നാരങ്ങകൾ നമ്മൾ യൂസ് ചെയ്യാതൊക്കെ ഇരുന്ന് ഒത്തിരി ഹാർഡൊക്കെ ആയി പോകുന്ന നാരങ്ങകളുണ്ട്. അതും ആണെങ്കിൽ കളയണ്ട, ഇതുപോലെ എടുത്ത് ചെറുതാക്കി മുറിച്ച് നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിന് ഉപയോഗിക്കാം കേട്ടോ. അതുകൊണ്ട് ഫ്രഷ് നാരങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല. നാരങ്ങ എന്ന് പറയുന്നത് ഒത്തിരി നല്ല സ്മെല്ലുണ്ടാവും. 1, 2 ബാക്ടീരിയാസിനൊക്കെ കില്ല് ചെയ്യാനും അത് നല്ലതാണ്. അപ്പോൾ അതാ നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ ഇനി നമ്മൾ ഐസ് ട്രേയിൽ ചെറിയ നിങ്ങൾക്ക് 1, 2 വെച്ചിട്ട് ഓരോന്നിലും നമുക്ക് 1, 2 ഒക്കെ വെച്ചിട്ട് ഇട്ട് ഇതൊന്ന് നിറച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2, 3 ഒക്കെ വെച്ചിട്ടാണ് ഇടുന്നത്. എന്നിട്ട് അപ്പോൾ ഞാൻ അതൊന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിതെല്ലാം ഐസ് ട്രെയിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഓരോന്നിലും നമ്മളിതാ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് നിറയുന്ന പരുവത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതും ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് നമ്മളെല്ലാ കാര്യങ്ങളും സിങ്ക് ക്ലീൻ ആയിട്ടിരിക്കില്ലേ. ക്ലീൻ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ ഉടനെ ഇതുപോലെ ഓരോ സിങ്കിനകത്തും, ഇപ്പോൾ 2 സിങ്ക് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു സിങ്ക് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഓരോ സിങ്കിനകത്തും നമുക്ക് 2 എണ്ണമൊക്കെ വെച്ച് 2, 3 ഒക്കെ വെച്ച് നമുക്ക് ഇടാം മണം അനുസരിച്ച്. അത് നിങ്ങൾ സ്ഥിരം നമ്മളത് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് എപ്പോഴും നമുക്ക് ഉടനെ റിസൾട്ട് അറിയാൻ പറ്റും. ആ നാരങ്ങയുടെ വിനാഗിരിയുടെ ഒക്കെ ഒരു സ്മെല്ല് നമുക്ക് ഉടനെ അറിയാൻ പറ്റും. അപ്പോൾ കിച്ചൺ സിങ്കിൽ നിന്നുള്ള ചീത്ത മണം ഉണ്ടാവത്തേയില്ല. ഞാനൊക്കെ എപ്പോഴും ഈ നമ്മൾ ഇറച്ചി മീനൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം അതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ആ സിങ്കൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതുപോലത്തെ 2, 3 ക്യൂബ്സ് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് ഫ്രീസറിനകത്ത് വെച്ച് 2 മണിക്കൂറൊക്കെ എടുത്തു. നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തിട്ടെടുക്കാം. എനിക്ക് 2 മണിക്കൂർ കഴിഞ്ഞപ്പം ഫ്രീസായി കിട്ടി. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞു, നല്ലതുപോലെ തന്നെ ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മുടെ സിങ്ക് ക്ലീൻ ചെയ്യണമെന്നൊന്നുമില്ല. ഇതുപോലെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു 2, 3 ക്യൂബ്സ് ഇതിനകത്ത്. അപ്പം ഞാനിവിടെ ഒരെണ്ണം വെച്ചിട്ടാണ് ഇടുന്നത്. അത് നിങ്ങൾക്ക് 2, 3 ഞാൻ പറഞ്ഞ പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ കിച്ചണിൽ നിന്നുള്ള സിങ്കിൽ നിന്ന് സ്മെല്ല് ഇതോടുകൂടെ അങ്ങ് നിന്നോളും. പ്രത്യേകിച്ച് ഇറച്ചി മീനൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇറച്ചി മീനിൻ്റെ ആ ഒരു കഴുകിയ വെള്ളമെല്ലാം ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് സിങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ 2, 3 ക്യൂബ്സ് ഇടാന്നുള്ളതാണ്. നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ആ ഒരു സ്മെല്ല്, ഇതിൽ നിന്ന് വരുന്ന വിനീഗറിൻ്റെ സ്മെല്ല്, നമുക്ക് നാരങ്ങയുടെ സ്മെല്ലൊക്കെ എപ്പോഴും ഉണ്ടാവും. 1, 2 ദിവസം വരെ ഉണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന നേരത്ത് സിങ്കെല്ലാം ക്ലീൻ ചെയ്തിട്ടായിരിക്കുമല്ലോ എടുക്കുക. അപ്പോൾ ഇതുപോലത്തെ 1, 2 ക്യൂബ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ വരുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലായിരിക്കും സിങ്കിൽ നിന്ന്. അത് വലിയൊരു ആശ്വാസമാണ് നമ്മൾ വീട്ടമ്മമാർക്ക്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ്സ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.